ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം ശ്രീ മഹാദേവ്യൈ നമ. ഓം ശ്രീ മഹാത്രിപുരസുന്ദര്യൈ നമ. ഓം നമ ചണ്ഡികായൈ. ഹരി ഓം. ശ്രീമദ് ദേവി മഹാത്മ്യം പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം, സുദിനം നേരുന്നു. ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം സകല ഗുരുഭ്യോ നമഃ. ദേവി മഹാത്മ്യത്തിലെ 10ാം ദശകത്തിലെ 17 മുതൽ 22 വരെയുള്ള ശ്ലോകങ്ങളാണ് ഇന്ന് പഠിക്കേണ്ടത്. ദേവിയും ശുംഭനുമായിട്ട് കൈ ചുരുട്ടി മുഷ്ടിയുദ്ധം നടന്നു എന്ന് പറഞ്ഞാണ് നമ്മൾ നിർത്തിയത്. അത് കഴിഞ്ഞ് എന്തുണ്ടായി എന്ന് ഇന്ന് 17 മുതൽ 22 വരെയുള്ള ശ്ലോകങ്ങൾ നോക്കാം. ആദ്യം ശ്ലോകം ഒന്ന് വായിച്ചിട്ട് അതിൻ്റെ അർത്ഥം പറഞ്ഞു പോകാം, ഓരോ ശ്ലോകങ്ങളും. ആദ്യത്തെ ശ്ലോകം: തലപ്രഹാരാഭിഹതോ നിപപാതമഹീതലേ സ ദൈത്യരാജ സഹസ പുനരേവ തഥോത്ഥിതഃ. തലപ്രഹാരാഭിഹതഃ നിപപാത മഹീതലേ സ ദൈത്യരാജഃ സഹസ പുനരേവ തഥാ ഉത്ഥിതഃ തഥോത്ഥിതഃ. ഇതാണ് ശ്ലോകം. തലപ്രഹാരാഭിഹതോ നിപപാതമഹീതലേ സ ദൈത്യരാജ സഹസ പുനരേവ തഥോത്ഥിതഃ. തലപ്രഹാരാഭിഹതോ, കൈതലത്താൽ പ്രഹരിച്ച് കൊല്ലാൻ നോക്കി അല്ലേ. ഹത എന്ന് പറഞ്ഞാൽ കൊല്ലുക. അപ്പം തലപ്രഹാരാഭിഹതോ, കൈത്തലം കരതലം കൊണ്ട് പ്രഹരിച്ചു. അപ്പോൾ എന്തുണ്ടായി? നിപപാതമഹീതലേ, ആ ശുംഭനെ ദേവിയുടെ കരതലം കൊണ്ടൊന്നിടിച്ചപ്പോൾ ശുംഭൻ മോഹാലസ്യപ്പെട്ട് ഭൂമിയിൽ വീണു. നിപപാത പതിച്ചു. മഹീതലം ഭൂമിയിൽ, മഹി ധരണി ക്ഷോണി ഇതൊക്കെ ഭൂമിയുടെ പര്യായങ്ങളാണ്. അപ്പം മഹി എന്ന് പറഞ്ഞാൽ ഭൂമി, ഭൂമിയിൽ മഹീതലേ ഭൂമിയിൽ വീണു. സ ദൈത്യരാജ സഹസ, സ ആ ദൈത്യരാജൻ, സഹസ പെട്ടെന്ന്, പുനഃ ഏവ വീണ്ടും, തഥഹ ഉദ്ധിതഹ അപ്പോൾ തന്നെ, പുനരേവ വീണ്ടും അവൻ എഴുന്നേറ്റു വന്നു. അപ്പം ദേവിയുടെ കൈത്തലം കൊണ്ട് ഇടി വീണ് താഴെ മോഹാലസ്യപ്പെട്ടു വീണ ആ ദൈത്യൻ വീണ്ടും പെട്ടെന്ന് തന്നെ എഴുന്നേറ്റു വന്നു ദേവിയോട് യുദ്ധം ചെയ്യാനായി. ഉൽപ്പത്യ ച പ്രഗൃഹോച്ചൈഃ ദേവീ ഗഗനമാസ്ഥിതഃ തത്രാപി സാ നിരാധാര യുയുധേ തേന ചണ്ഡിക. ഉൽപ്പത്യ ച പ്രഗൃഹൈഃ ഉച്ചൈഃ പ്രഗൃഹോച്ചൈഃ ദേവീം ഗഗനമാസ്ഥിതഃ തത്രാപി സാ നിരാധാര യുയുധേ തേന ചണ്ഡിക. ഉൽപ്പത്യ കുതിച്ചു ചാടുക. പ്രഗൃഹം ഗ്രഹിച്ചുകൊണ്ട്, എടുത്തുകൊണ്ട്. ഉച്ചൈഹി പെട്ടെന്ന് തന്നെ ആ ദേവിയെ എടുത്തുകൊണ്ട് കുതിച്ച് ഗഗനമാസ്ഥിതഃ, ഗഗന ആകാശം, ആകാശത്തിലേക്ക് പോയി സ്ഥിതി ചെയ്തു. അപ്പം ദേവിയെ എടുത്തു, ദേവീം പ്രഗൃഹോച്ചൈഹി ഉൽപ്പത്യ ഗഗനമാസ്ഥിതഃ എടുത്തുകൊണ്ട് ആകാശത്തേക്ക് കുതിച്ചു ചാടി. തത്ര അഭി അവിടെയും സാ നിരാധാര അവൾ നിരാധാരയായിട്ട്, ഒരാധാരവുമില്ല, ഒരു ആശ്രയവുമില്ലാതെ, യുയുധേ തേന ചണ്ഡിക അവിടെ നിരാധാരയായിരുന്നു ദേവി, എങ്കിലും ദേവിയുടെ കൂടെ അവൻ യുദ്ധം ചെയ്തു. ആ ദേവിയും ശുംഭനുമായിട്ടുള്ള യുദ്ധം നടന്നു. ഉൽപ്പത്യ ച പ്രഗൃഹോച്ചൈ ദേവി ഗഗനമാസ്ഥിതഃ ആകാശത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട് യുദ്ധം തുടർന്നു. തത്രാപി സാ നിരാധാര യുയുധേ തേന ചണ്ഡിക ആ ചണ്ഡികയാൽ യുദ്ധം, ആ ചണ്ഡിക അവനോട് യുദ്ധം തുടർന്നു ചെയ്തു. യുയുധേ യുദ്ധം ചെയ്തു.
നിയുദ്ധം ഖേ തഥാ ദൈത്യ. നിയുദ്ധം കേ എന്ന് പറഞ്ഞാൽ ആകാശത്ത്. തഥാ അപ്പോൾ ദൈത്യ ചണ്ഡികാച പരസ്പരം. ചണ്ഡികയും ആ ദൈത്യനുമായിട്ട് വീണ്ടും ആകാശത്തിൽ വെച്ച് യുദ്ധം നടന്നു. ചക്രതു ചെയ്തു, യുദ്ധം ചെയ്തു. പ്രഥമം യുദ്ധം. ഇത് ആദ്യമായിട്ടുള്ള യുദ്ധമാണ്. ഇങ്ങനെയുള്ള ഒരു യുദ്ധമൊന്നും ഒരിക്കലും ഭൂമിയിലുണ്ടായിട്ടുമില്ല, ഇനിയൊട്ട് ഉണ്ടാകാനും പോകുന്നില്ല. അപ്പോൾ ആകാശത്തിൽ നിന്ന് രണ്ടുപേരുമായിട്ട് യുദ്ധം നടന്നു. മുനിവിസ്മയകാരകം. മുനികളെയൊക്കെ വിസ്മരിപ്പിക്കത്തക്ക, മുനികൾ പോലും വിസ്മയിക്കത്തക്കതായിരുന്നു അവരുടെ ആ യുദ്ധം. മുനികളെ പോലും വിസ്മയിപ്പിക്കത്തക്കത്തിലുള്ള ഒരു യുദ്ധമായിരുന്നു ആകാശത്ത് വെച്ച് ദേവിയും ശുംഭനുമായിട്ട് നടന്നത്. നിയുദ്ധം ഖേ തഥാ ദൈത്യ ചണ്ഡികാച പരസ്പരം. പരസ്പരം അന്യോന്യം. ചക്രതു പ്രഥമ യുദ്ധം. ഇങ്ങനെ ഒരു യുദ്ധം ആദ്യമായിട്ടാണ്. ചക്രതു എന്ന് പറഞ്ഞാൽ ചെയ്തു. മുനി വിസ്മയകാരകം. മുനികളെയൊക്കെ വിസ്മയിപ്പിക്കത്തക്കത്തിലുള്ള ഒരു യുദ്ധമായിരുന്നു അത്. തതോ നിയുദ്ധം സുചിരം കൃത്വ തേന അംബികാ സഹ. തതഃ അപ്പോൾ യുദ്ധം സുചിരം കുറേ നേരം, വളരെ കാലം. കൃത്വ വളരെ നേരം ചെയ്തു, കുറേ നേരം ചെയ്തു. തേന അംബികാ സഹ ആ ദേവിയോടുകൂടെ. ഉൽപ്പാദ്യ ഭ്രാമയാമാസ ചിക്ഷേപധരണീതലെ. അപ്പോൾ ആ ദേവി എന്ത് ചെയ്തു? ഉൽപ്പാദ്യ ഭ്രാമയാമാസ, അങ്ങനെ കയ്യിലെടുത്ത് പൊക്കിയിട്ട് ഭ്രാമയാമാസ കറക്കി, ചുഴറ്റി. ചിക്ഷേപധരണീതലെ ചുഴറ്റി ഇങ്ങനെ കറക്കിയിട്ട് ഒരൊറ്റ ഏറെറിഞ്ഞു. ക്ഷേപിച്ചു, വലിച്ചെറിഞ്ഞു. ധരണീതലെ ഭൂമിയിലേക്ക്. ധരണി, ക്ഷോണി ഇതൊക്കെ ഭൂമിയുടെ പര്യായമാണ്. അപ്പം ദേവി അവനെ ആ യുദ്ധത്തിൽ അവനെ കറക്കിയെടുത്ത് പൊക്കിയെടുത്ത് ഭൂമിയിലേക്ക് വലിച്ചെറിഞ്ഞു. ചിക്ഷേപ വലിച്ചെറിഞ്ഞു. തതോ നിയുദ്ധം സുചിരം കൃത്വ തേന അംബികാ സഹ ഉൽപ്പാദ്യ ഭ്രാമയാമാസ ചിക്ഷേപധരണീതലേ. സാക്ഷിപ്തോ ധരണീം പ്രാപ്യ മുഷ്ടിമുദ്യമ്യ വേഗവാൻ അഭ്യധാവത ദുഷ്ടാത്മാ ചണ്ഡികാ നിധനേച്ഛയാ. അവൻ, ആ എറിയപ്പെട്ട അവൻ ഭൂമിയിൽ പ്രാപിച്ചിട്ട് മുഷ്ടിമുദ്യമ്യ വേഗവാൻ, വീണ്ടും എഴുന്നേറ്റിട്ട് അവൻ എന്താ ചെയ്തേ? വേഗത്തിൽ കൈ ചുരുട്ടി പാഞ്ഞു വന്നു. ആ ദുഷ്ടാത്മാവ് ദേവിയുടെ നേരെ, ദേവിയെ കൊല്ലാനുള്ള ഇച്ഛ കൊണ്ട്, വേഗം കൊല്ലാൻ പറ്റുമെന്നുള്ള ആഗ്രഹം കൊണ്ട് പെട്ടെന്ന് ഓടി വന്നു. കയ്യും ചുരുട്ടി ദേവിയുടെ നേരെ, ദേവിയെ കൊല്ലാനായി ഓടി വന്നു. അഭ്യധാവത, ധാവത എന്ന് പറഞ്ഞാൽ ഓടി വരിക, അഭ്യധാവത എന്ന് പാഞ്ഞു വന്നു. സാക്ഷിപ്തോ ധരണീം പ്രാപ്യ മുഷ്ടിമുദ്യമ്യ വേഗവാൻ അഭ്യധാവത ദുഷ്ടാത്മാ ചണ്ഡികാ നിധനേച്ഛയാ. ചണ്ഡികയെ കൊല്ലാനുള്ള ഇച്ഛയോടുകൂടി ആ ദുഷ്ടാത്മാവായ അസുരൻ അഭ്യധാവത പാഞ്ഞു വന്നു. തമായാന്തം തതോ ദേവി സർവദൈത്യജനേശ്വരം ജഗത്യാം പാതയാമാസ ഹിത്വാ ശൂലേന വക്ഷസി. തം ആയാന്തം, അവൻ വരുന്നത് കണ്ടിട്ട്, തതോ ദേവി അപ്പോൾ ആ ദേവി സർവദൈത്യജനേശ്വരം എല്ലാ ദൈത്യന്മാരുടെയും ഈശ്വരനായ ആ അവൻ ജഗത്യാം പാതയാമാസ ഭൂമിയിൽ പതിച്ചു. ആ ദേവി അവിടുന്ന് എടുത്ത് ചുഴറ്റി എറിഞ്ഞപ്പോൾ അവൻ ഭൂമിയിൽ വന്ന് പതിച്ചു. അവനെ ഹിത്വാ ശൂലേന വക്ഷസി, ദേവി തൻ്റെ കയ്യിലുള്ള ശൂലം കൊണ്ട് അവൻ്റെ വക്ഷസിൽ, മാറിൽ ശൂലം കുത്തിയിറക്കി അവനെ ഭേദിച്ചു. ഹിത്വ എന്ന് പറഞ്ഞാൽ പിളർക്കുക, ഭേദിക്കുക എന്നൊക്കെ അർത്ഥം. അവൻ്റെ മാറിൽ കുത്തി അവനെ കൊന്നു എന്നർത്ഥം. അപ്പം തമായാന്തം തതോ ദേവി സർവദൈത്യജനേശ്വരം ജഗത്യാം പാതയാമാസ ഭിത്വാ ശൂലേന വക്ഷസി. അവൻ വരുന്നത് കണ്ടിട്ട്, തം ആയാന്തം അവൻ വരുന്നത് കണ്ടിട്ട് ദേവി അവനെ തൻ്റെ കയ്യിലുള്ള ശൂലം കൊണ്ട് വക്ഷസിൽ കുത്തി പിളർന്നു. വക്ഷസ് പിളർന്നു.
ഹിത്വ ഭേദിച്ചു എന്നർത്ഥം. അപ്പം ഈ ഓരോ ശ്ലോകം വായിച്ചു ഒരു പ്രാവശ്യം കൂടി അർത്ഥം പറഞ്ഞു പോകാം. തലപ്രഹാരാഭിഹതോ നിപപാതമഹീതലേ സ ദൈത്യരാജ സഹസ പുനരേവ തഥോത്ഥിത. അപ്പം ആ അസുരനാഥനായ ശുംഭൻ ദേവിയുടെ മാറിടത്തിൽ കൈയുരുട്ടിയിടിച്ചു. ദേവി തൻ്റെ കൈത്തലം കൊണ്ട് ശുംഭൻ്റെ മാറിലും ഇടിച്ചു. അപ്പം ആ കരത്തലം കൊണ്ട് ശുംഭൻ ദേവിയുടെ കൈത്തലം കൊണ്ട് അടിയേറ്റ് മൂർച്ഛിതനായി ഭൂമിയിൽ വീണു. ദേവി ഒന്ന് അടിച്ചപ്പോഴേ അവൻ ഭൂമിയിൽ മോഹാലസ്യപ്പെട്ടു വീണു. ഉൽപ്പത്യജഗൃഹോച്ചൈഃ ദേവീം ഗഗനമാസ്ഥിതഃ തത്രാപി സാ നിരാധാര യുയുധേ തേന ചണ്ഡിക. അവൻ അവിടുന്ന് എഴുന്നേറ്റ് വന്ന് വീണ്ടും ദേവിയോട് യുദ്ധം ചെയ്യാനായിട്ട് വന്നു. അസുര രാജാവായ ശുംഭൻ പെട്ടെന്ന് ചാടി എഴുന്നേൽക്കുകയും ദേവിയെ കയ്യിൽ താങ്ങിയെടുത്തുകൊണ്ട് ആകാശത്തേക്ക് പോവുകയും ചെയ്തു. യുയുദ്ധം ഖേ തഥാ ദൈത്യഃ ചണ്ഡികാ ച പരസ്പരം ചക്രതോ പ്രഥമം യുദ്ധം മുനി വിസ്മയകാരകം. മുനിമാരെയൊക്കെ വിസ്മയിപ്പിക്കത്തക്കത്തിലുള്ള ആ യുദ്ധം ആകാശത്തിൽ നിരാധാരയായിട്ടാണെങ്കിലും ആസുരനുമായി ദേവി യുദ്ധം ചെയ്യുക തന്നെ ചെയ്തു. അപ്പം ദേവിയെ ഇപ്പം തന്നെ കൊല്ലാൻ പറ്റുമെന്നായിരുന്നു ശുംഭൻ്റെ ഇത്. തതോ നിയുദ്ധം സുചിരം കൃത്വാ തേനാംബികാ സഖ ഉൽപാദ്യ ഭ്രാമയാമാസ ചിക്ഷേപ ധരണീതലേ. അപ്പോൾ ഭഗവതി ചണ്ഡിക ആകാശമാർഗത്തിൽ നിരാധാരയായിട്ടായിരുന്നെങ്കിലും ആ അസുരരാജനുമായി യുദ്ധം ചെയ്യുക തന്നെ ചെയ്തു. ശുംഭനാകട്ടെ നിരാധാരയായ ഭഗവതിയെ ഇപ്പോൾ നിഗ്രഹിക്കാമെന്നുള്ള എന്നാഗ്രഹിക്കുകയും ആഗ്രഹിച്ചുകൊണ്ട് അതിക്രുദ്ധനായിട്ട് ആർക്കും വിസ്മയം ജനിപ്പിക്കത്തക്ക വിധം ആകാശത്തിൽ വെച്ച് യുദ്ധം ചെയ്തു. സക്ഷിപ്തോ ധരണീം പ്രാപ്യ മുഷ്ടിമുദ്യമ്യ വേഗവാൻ അഭ്യതാവത ദുഷ്ടാത്മാ ചണ്ഡികാനിധനേച്ഛയാ. അപ്പോൾ ദേവി അവനെ എടുത്ത് ആ യുദ്ധഭൂമിയിലേക്ക് ആകാശത്തു നിന്നും വലിച്ചെറിഞ്ഞു. ദേവി ആകാശത്തിൽ നിരാലംബയായി നിന്ന് സ്വല്പസമയം യുദ്ധം കഴിഞ്ഞ് ശുംഭനെ തലയ്ക്ക് മീതെ പൊക്കി ചുഴറ്റി ഭൂമിയിലേക്ക് എറിഞ്ഞു. ദേവിയാൽ എറിയപ്പെട്ട ആ ശുംഭൻ ഭൂമിയിൽ വന്നു വീണു. അവിടെ നിന്നും ചാടി എഴുന്നേറ്റ് കോപത്തോടുകൂടി ദേവിയെ കൊല്ലണമെന്ന അതിയായ ആഗ്രഹത്തോടെ മുഷ്ടി ചുരുട്ടി പിടിച്ചുകൊണ്ട് ദേവിയുടെ നേർക്ക് പാഞ്ഞു ചെന്നു കൊല്ലാനായിട്ട്. സക്ഷിപ്തോ ധരണീം പ്രാപ്യ മുഷ്ടിമുദ്യമ്യ വേഗവാൻ അഭ്യതാവത ദുഷ്ടാത്മാ ചണ്ഡികാ നിധനേച്ഛയാ. അതായത് ദേവിയെ കൊല്ലാനായിട്ടുള്ള ആഗ്രഹം കൊണ്ട് അവൻ മുഷ്ടി ചുരുട്ടി ദേവിയുടെ നേരെ ചെന്നു. തം ആയാന്തം തതോ ദേവി സർവദൈത്യജനേശ്വരം ജഗത്യാം പാതയാമാസ ഭിത്വാശൂലേന വക്ഷസി. അപ്പോൾ ഭൂമിയിലേക്ക് എറിയപ്പെട്ട അസുരരാജാവ് വീണ്ടും തന്നെ അഭിമുഖീകരിക്കുന്നത് കണ്ടിട്ട് ദേവി തൻ്റെ കയ്യിലുണ്ടായിരുന്ന ശൂലം കൊണ്ട് ശുംഭൻ്റെ നെഞ്ചിൽ കുത്തിയിറക്കി അവൻ്റെ വക്ഷസ് പിളർന്നവനെ ഭൂമിയിൽ വീഴ്ത്തി. അടുത്ത ക്ലാസ്സിൽ അപ്പം ഒരു പ്രാവശ്യവും കൂടി വായിക്കാം. തലപ്രഹാരാഭിഹതോ നിപപാതമഹീതലേ സ ദൈത്യരാജ സഹസ പുനരേവ തഥോത്ഥിതഃ ഉൽപ്പത്യ ച പ്രഗൃഹൈഃ ഉച്ചൈഃ പ്രഗൃഹോച്ചൈഃ ദേവീം ഗഗനമാസ്ഥിതഃ തത്രാപി സാ നിരാധാര യുയുധേ തേന ചണ്ഡികാ നിയുദ്ധം ഖേ തഥാ ദൈത്യഃ ചണ്ഡികാ ച പരസ്പരം ചക്രതു പ്രഥമം യുദ്ധം മുനി വിസ്മയകാരകം. ആകാശത്ത് നിന്ന ദേവന്മാരും മുനികളും എല്ലാവരും കണ്ടുകൊണ്ട് നിൽക്കുകയാണിത്. അപ്പം അവർ പോലും അതിശയിച്ചു പോയി. അവരെ പോലും വിസ്മയിപ്പിക്കത്തക്കതായിരുന്നു അവർ തമ്മിലുള്ള ആ യുദ്ധം എന്നാണ് മുനി വിസ്മയകാരകം. തതോ നിയുദ്ധം സുചിരം കൃത്വാ തേനാംബികാ സഹ ഉൽപാദ്യ ഭ്രാമയാമാസ ചിക്ഷേപ ധരണീതലേ. കുറേ കാലം അങ്ങനെ യുദ്ധം നീണ്ടു നിന്നു. അവസാനം ദേവി അവനെ എടുത്തിട്ട് തലയ്ക്ക് ചുറ്റി ചുഴറ്റി ഒറ്റയേറെറിഞ്ഞു. സാക്ഷിപ്തോ ധരണീം പ്രാപ്യ മുഷ്ടിമുദ്യമ്യ വേഗവാൻ അഭ്യതാവത ദുഷ്ടാത്മാ ചണ്ഡികാ നിധനേച്ഛ. അവൻ അവിടുന്ന് എഴുന്നേറ്റ് പെട്ടെന്ന് തന്നെ ദേവിയുടെ നേർക്ക്
കയ്യും ചുരുട്ടി പിടിച്ച് ഇപ്പം ദേവിയെ കൊല്ലും എന്നുള്ള ആഗ്രഹത്തോടു കൂടി ദേവിയുടെ നേരെ പാഞ്ഞു ചെന്നു. തമായാന്തം തതോ ദേവി സർവദൈത്യജനേശ്വരം ജഗത്യാം പാതയാമാസ ഭിത്വാ ശൂലേന വക്ഷസി. തൻ്റെ നേരെ അവൻ വരുന്നത് കണ്ടിട്ട് ദേവി അതായത് സർവദൈത്യന്മാരുടെയും ഈശ്വരനായ പിതാവായ ആ ദൈത്യൻ വരുന്നത് കണ്ടിട്ട് ദേവി തൻ്റെ കയ്യിലുള്ള ശൂലം കൊണ്ട് അവൻ്റെ വക്ഷത്തിൽ കുത്തി. ഭിത്വ എന്ന് പറഞ്ഞാൽ പിളർക്കുക, ഭേദിക്കുക എന്നൊക്കെ അർത്ഥം. വക്ഷത്തിൽ കുത്തി പിളർന്നു. ഇതായിരുന്നു ഇന്നത്തെ ക്ലാസ്. അടുത്ത ക്ലാസ്സിൽ വരും വരേക്കും ഹരി ഓം. അമ്മേ നാരായണ. സകലം ശ്രീ ദേവ്യാർപ്പണമസ്തു. അപരാധ സഹസ്രാണി ക്രിയന്തേ ഹർനിശമ്മയാ ദാസോയമിതി മാമത്വാ ക്ഷമസ്വ പരമേശ്വരി. ആവാഹനം ന ജാനാമി ന